الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين وما قدر الله حق قدره إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون صدق الله العلي العظيم. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുക. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് അംബിയാ മുർസലുകളെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിവരണം നടത്തിയിട്ട് പിന്നെ അവരുടെ പിതാമഹന്മാരിലും സന്തതികളിലും പെട്ട അംബിയാ മുർസലുകൾ എന്ന ഒരു സൂചനയിലൂടെ അവരുടെ സഹോദരന്മാരിൽപ്പെട്ട അംബിയാ മുർസലുകൾ എന്ന സൂചനകളിലൂടെ അള്ളാഹു അവന്റെ ദൂതന്മാരെ, അവന്റെ പ്രവാചകന്മാരെ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തുകളായ മോമിനീങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ഭാഗം വല്ലാതെ ആവർത്തിച്ച് ഞാൻ കേൾപ്പിക്കാറുണ്ട്. കാരണം അംബിയാ മുർസലുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മുഹമ്മദ് നബിന്റെ മാത്രം ആളുകളായി
കഴിഞ്ഞുകൂടുന്നവരെ കുറിച്ചാണ് മുസ്ലിങ്ങൾ എന്ന് ലോകത്ത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണ മുഹമ്മദ് നബിന്റെ അനുയായികളായ മുഅ്മിനുകളിൽ പോലും നിലനിൽക്കുകയാണ്. പറയുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴുമൊക്കെ മനുഷ്യാരംഭം മുതൽ തന്നെ ലോകത്ത് പരിചയപ്പെട്ടു പോന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുമെങ്കിലും പറഞ്ഞു വന്ന് കാര്യത്തോടടുക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സാധാരണ മുസ്ലിം ജാതി സമുദായം ചെയ്യാറുള്ളത്. അവർ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന ധാരണയിൽ അവർ കുടുങ്ങി കിടക്കുകയാണ്. ഇതിൽ നിന്നൊന്ന് മാറിക്കിട്ടൽ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി ഞാൻ മനസ്സിലാക്കും. നമ്മളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകലാണല്ലോ. അഭിപ്രായങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ പറഞ്ഞങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പിന്നാലെ മറ്റുള്ളവരും പറഞ്ഞു പോരും. അത് നമുക്കൊരു വലിയ സന്തോഷവുമാണ്. 1 കൊല്ലം 2 കൊല്ലം ചിലപ്പോൾ 5 കൊല്ലം 10 കൊല്ലത്തിൻ്റെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. 10 20 കൊല്ലം മുമ്പൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സാർവത്രികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമാണത്. അതിലൊരു പവർ പറയലോ അല്ലെങ്കിൽ പൊങ്ങച്ചം പറയലോ ഉദ്ദേശമല്ല. അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ പറഞ്ഞു പോവുക എന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന, അല്ലെങ്കിൽ നന്ന് ചുരുങ്ങിയത് എന്നെ അലട്ടുന്ന ഒരു കാര്യം ഇതാണ്. അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ച ആദ്യത്തെ മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആദ്യത്തെ സന്ദേശവാഹകൻ. ആരായിരുന്നു അത്? ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ. അതായിരുന്നു ആദം നബി അലൈഹിസ്സലാം. ഖുർആൻ മാത്രമല്ല, നമുക്ക് പരിചയമുള്ള മറ്റ് വേദഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബൈബിൾ, ഖുർആൻ അത് അറിഞ്ഞുകൂടെങ്കിലും ഖുർആനിന്റെ അനുയായികൾക്ക് അറിഞ്ഞുകൂടെങ്കിലും തൗറാത്തിന്റെ അല്ലെങ്കിൽ ഇഞ്ചീലിന്റെ ഒക്കെയാണ് എന്നവർ അവകാശപ്പെടുന്നു. എങ്കിൽ പിന്നെ പേര് മാറ്റാൻ പാടില്ലായിരുന്നു എന്നാണ് വിനയത്തോടുകൂടി നമുക്ക് പറയാം. തൗറാത്തായിരുന്നു, ഇഞ്ചീലായിരുന്നു അതെങ്കിൽ ആ പേര് തന്നെ മതിയായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ബൈബിളാക്കി മാറ്റിയത് എന്ന ഒരു ലളിതമായ അന്വേഷണം വേദനയോടുകൂടി ആണെങ്കിൽ തന്നെ അതുമൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരാദം. ആദമാണ് ഈ ലോകത്താദ്യമായി, ഭൂമിയിലാദ്യമായി കാലുകുത്തിയ മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു, നബിയായിരുന്നു. അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ച ആളായിരുന്നു. നോഹ നബിയെ, ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തതുപോലെ തന്നെ ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാന അലൽ ആലമീൻ. നോഹ നബിനെ, ആ ഇബ്രാഹിം നബിന്റെ കുടുംബത്തെ, ഇമ്രാന്റെ കുടുംബത്തെയൊക്കെ എന്തിനായി തെരഞ്ഞെടുത്തുവോ അതേപോലെ ആദമിനെയും അല്ലാഹു തെരഞ്ഞെടുത്തു. ഏത് ഭൂമിയിലാണ് ആ മഹാനായ ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനായി കാലുകുത്തിയത് വ്യക്തമായി നമുക്കറിയില്ലെങ്കിലും ഖുർആൻ ഒരു കാര്യം പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഊഹിക്കുകയാണ്. ആദം മല സിലോണിലാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എന്താണ് തെളിവ് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യമായി ആദം നബി അലൈഹി ഇസ്ലാം കാലുകുത്തിയത് ഉമ്മുൽ ഖുറയിലാണ്. ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് മക്ക നിലകൊള്ളുന്ന ആ മേഖലക്കാണെന്ന് നമുക്കറിയാമല്ലോ. പട്ടണങ്ങളുടെ മാതാവെന്നോ ഗ്രാമങ്ങളുടെ മാതാവെന്നോ നാടുകളുടെ മാതാവെന്നോ അല്ലെങ്കിൽ ഭൂലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ മനുഷ്യർ താമസിക്കുന്ന മേഖലകളുടെയും ഉമ്മയെന്നോ പറയാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഖുർആൻ അവിടെ നടത്തിയത്.
ഉമ്മുൽ ഖുറ. അത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട്. അവിടെയാണ് ആ മഹാൻ ആദ്യമായി വന്ന് കാലുകുത്തുന്നത്. അപ്പൊ അതിന്റെ എവിടെയായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ജന്നത്തിലായിരുന്നു. അത് സ്വർഗമാണ് എന്ന് നമ്മൾ പറയുന്നു. അതേ, സ്വർഗം തന്നെയാണ്. പക്ഷേ മനുഷ്യന്റെ കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം ഏറ്റുവാങ്ങാൻ പടച്ചതമ്പുരാൻ ഭാവിയിൽ നൽകാൻ പോകുന്ന സ്വർഗമാണോ? അതല്ല ഒരു സ്വർഗം സമാനമായ ഒരു മേഖലയാണോ? അതൊന്നും തിട്ടപ്പെടുത്തി അള്ളാഹു പറയാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നു പോകില്ല, കടന്നു പോകേണ്ടതുമില്ല. ഷഹീദ് സയ്യിദ് കുത്ത് പറഞ്ഞതുപോലെയാണ്, നമ്മുടെ വിഷയമല്ലല്ലോ, അത് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അത് അങ്ങോട്ട് വിട്ടുകൊടുക്കും. എന്തായാലും നമുക്കറിയാമല്ലോ, എവിടെയോ വെച്ച് ആദമിന്റെ ഇണയെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടിയത് മുസ്ദലിഫയിൽ വെച്ചായിരിക്കാം. അവർ രണ്ടുപേരും തിരിച്ചറിയുന്നത് അറഫയിൽ വെച്ചായിരിക്കാം. എന്റെയൊക്കെ വാക്കർത്ഥം നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ അത് മനസ്സിലാവും. നമുക്ക് ആലോചിക്കാം. കണ്ടുമുട്ടി, അതേപോലെ തന്നെ തിരിച്ചറിഞ്ഞു. ഉമ്മുൽ ഖുറയിൽ ഈ ഭൂഗോളത്തിന്റെ പൊക്കിളാണ് മക്ക എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭൂമിശാസ്ത്രം അറിയുന്ന ആൾക്കാരാരോ എവിടെയൊക്കെ എഴുതി വെച്ചത് വായിച്ചപ്പോ എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ പറയാം. എന്തായാലും ശരി, അത് ഭൂമിയുടെ ഒരു ആസ്ഥാനമാണ്. ഒരാണി അവിടെയാണ്. അതാണ് ഭൂമിയുടെ മധ്യം. എവിടെയും ഭൂമിയുടെ മധ്യമാകാമല്ലോ എന്നൊക്കെ നമ്മളെ തലയിൽ കൂടി കയറിപ്പോവും. എവിടെയും ആകാം മദ്യം. പക്ഷെ ഇതാണ് മദ്യം. അതേപോലെ തന്നെ ഭൂമിയുടെ ഒരുപാട് ഭൂഖണ്ഡങ്ങളുണ്ടല്ലോ. ആ ഭൂഖണ്ഡങ്ങളിൽ അറിയപ്പെടുന്ന മേഖലകളൊക്കെ കൂടി പരിശോധിച്ചാലും അത് തന്നെ ആവാനാണ് സാധ്യത എന്ന് പറയുന്നു അവർ. നമ്മൾ വിഷയം അതല്ല. ഉമ്മുൽ ഖുറ എന്ന ഖുർആൻ വിളിച്ച ആ മേഖലയിൽ ആദ്യമായി കാലുകുത്തിയ മഹാനായ ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഇണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം ആരംഭിച്ചപ്പോൾ ആ ജീവിതം ആരംഭിച്ചതിന്റെ ശേഷം തുടർന്നു വന്ന ഇണതുണകളാകുന്ന സന്തതികൾ, ആ സന്തതികൾക്ക് മാർഗദർശനം നൽകുവാൻ പടച്ചതമ്പുരാൻ നേർക്കുനേരെ എത്തിച്ചു കൊടുത്ത ഒരു സന്ദേശത്തിന്റെ പേരാണ് ഹുദ. ആ സന്ദേശത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് ഈ ലോകത്തുള്ള മുഴുവൻ ജാതി മത വിഭാഗങ്ങളും ദൈവവിശ്വാസികളും ഒന്ന് മനസ്സിലാക്കി കിട്ടേണ്ടിയിരുന്നു എന്ന അതിയായ ആഗ്രഹമാണ് ഇതിനെ ഒരു വലിയ ചരടിൽ, ഒരു ബലിഷ്ഠമായ പാശത്തിൽ മനുഷ്യാരംഭം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ കോർത്തിണക്കപ്പെട്ട കണ്ണികളിലൂടെ കടന്നുപോന്ന ഒരു മഹൽ സന്ദേശത്തിന്റെ സമാഹാരമാണ് ഇസ്ലാം എന്ന് വിശ്വാസികളായ മനുഷ്യർക്കൊന്ന് ബോധ്യപ്പെട്ട് കിട്ടേണ്ടിയിരുന്നു. വിശ്വാസികളല്ലാത്ത ജനങ്ങളുണ്ട്. അത് ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ആളുകളാണ്. ആ ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ആളുകൾ അവരുടെ പ്രസ്ഥാനത്തിന് മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിക്കാൻ പറ്റാത്ത വിധം ഉണ്ടാവാതിരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഇതിനെയൊക്കെ കൂടിക്കൊണ്ടുപോയി ആരാധനാലയങ്ങളിൽ കെട്ടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നൂറ്റാണ്ടുകളായി അള്ളാഹുവിന്റെ ദർശനത്തെ കൊണ്ടുപോയി പള്ളിയിൽ കെട്ടിയിട്ടു, അമ്പലങ്ങളിൽ കെട്ടിയിട്ടു. ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ, ദൈവവിശ്വാസികളായ ആളുകളുടെ വിശ്വാസത്തിന്റെ ഗേഹമെന്നോ കേന്ദ്രമെന്നോ പറയുന്ന പൂജാ വഴിപാടുകൾ നടത്തപ്പെടുന്ന കേന്ദ്രങ്ങളിൽ അതിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. മനുഷ്യന്റെ കർമ്മജീവിതം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ പടച്ചതമ്പുരാന്റെ ദർശനത്തിൽ നിന്നങ്ങോട്ട് അകറ്റി അടർത്തിയെടുത്തു. അത് ഞങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. ആ വാദം
ചരിത്രാതീത കാലം മുതൽ ഉണ്ടാവാം, ഖുർആൻ പറഞ്ഞു തന്ന കാലം മുതലൊക്കെ നമുക്ക് പരിചയപ്പെടാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അത് പറഞ്ഞു, ഹൂദ് നബിയുടെ ജനത പറഞ്ഞു, ശുഐബ് നബിയുടെ ജനത പറഞ്ഞു, ഞങ്ങളുടെ മതില് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നീ എന്താ ഇടപെടുന്നത് ശുഐബേ എന്ന് ശുഐബ് നബിയോട് ചോദിച്ചു. അതേപോലെ തന്നെ നമ്രൂദ് വാദം ഉന്നയിച്ചു, ഫിറഔൻ ഉന്നയിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചു തന്നിട്ടുള്ളത് പ്രാർത്ഥിക്കാനും പൂജ നടത്താനും ഒക്കെ പറ്റുന്ന സ്ഥലല്ലേ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ പ്രതിഷ്ഠിച്ചോളൂ, എന്നിട്ട് അതിന്റെ മുമ്പിലൊക്കെ പൂജ നടത്തിക്കോളൂ. അത് ഈ നാട്ടിൽ ഇവര് ഉച്ചത്തിൽ എന്തോ വിളിച്ചു പറയുന്നുണ്ട്, അത് നമ്മൾ തടയേണ്ടതുണ്ടോ എന്ന് ഇറാഖ് കീഴടക്കിയതിന്റെ ശേഷം അന്നത്തെ കോളനി വാഴ്ചക്കാരോട് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു. അത് വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വല്ല ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ദോഷമൊന്നുമില്ല, ആ വിളി കേട്ടാൽ അവരൊക്കെ കൂടി പള്ളി പോകേണ്ട, അന്നായാലും ഇടപെടണ്ട, പള്ളി പോയിക്കോട്ടെ. നമ്മളെ കോളനി വാഴ്ചക്കാരൻ്റെ, നമ്മളെ ബ്രിട്ടീഷ്, അതേപോലെ തന്നെ യൂറോപ്യൻ മേഖലകളിൽ നമ്മളെ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മളെ നാട് പിടിച്ചെടുത്ത് ഇവിടുത്തെ വിഭവങ്ങൾ തട്ടിക്കൊണ്ടുപോയവരില്ലേ, അവരുടെ തലതൊട്ടപ്പന്മാരോട് ചോദിച്ചപ്പോ ആ ഒച്ച കേട്ടിട്ട് പള്ളി പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങളതിൽ ഇടപെടണ്ട. അതിൽ ഇടപെട്ടാ പ്രശ്നം ഉണ്ടാവും. ഇന്നും അങ്ങനെ തന്നെയല്ലേ. ഇവിടെ അള്ളാന്റെ ദീൻ മുഴുവൻ പൊളിഞ്ഞിട്ട് നമുക്ക് വല്ല വേജാറുണ്ട്. പടച്ച തമ്പുരാനെ ഒരു ബാബരി മസ്ജിദ് അവിടെ പൊളിച്ചപ്പോ നമ്മളെ ജാതി സമുദായത്തിന്റെ സ്വഭാവം എന്തായി? അള്ളാന്റെ ദീൻ മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നു. വല്ല വിഷമമുണ്ടോ നമുക്ക്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് തൊട്ടുപോയെങ്കിൽ അല്ല പറയണോ നമ്മളെ സ്വഭാവം? അതിന് തൊഴിലാണ്, അതിൽ തൊഴിലവർ പോയിക്കോട്ടെ, പള്ളി പോയിക്കോട്ടെ. അതാണ് നമ്മളെ അവസ്ഥ. നമുക്കത് ബാക്കി, അത് മാത്രം, അത് നമുക്ക് തന്നുകൊണ്ട് അവരവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. നമുക്ക് അവിടെ നിന്ന് നടത്തിയെടുക്കും. പഠിച്ചവനിൽ വിശ്വാസമുള്ള, വേദഗ്രന്ഥങ്ങളിൽ വിശ്വാസമുള്ള, ദൈവിക ദർശനങ്ങളിൽ വിശ്വാസമുള്ള വിശ്വാസി സമൂഹത്തെ നമുക്കൊന്ന് കോർത്തിണക്കണം. ഏത് ചരടിൽ? പഠിച്ച തമ്പുരാന്റെ ബലിഷ്ഠമായ ആ കയറിൽ. വതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹുവിന്റെ കയറ് നിങ്ങൾ ഒന്നിച്ചൊന്ന് പിടിക്കണം. അത് പിടിക്കുന്നതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ശറഅലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീഹി. നിങ്ങൾക്ക് നിയമമാക്കി തന്നത് പണ്ട് നോഹ് നബിക്കും ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും അത് തന്നെ നിങ്ങൾക്കും തന്നു. എന്താണത് വഴി ഉണ്ടാകേണ്ടത്? ഇഖാമത്തുദ്ദീൻ. അൻ അഖീമുദ്ദീൻ അൻ മസ്തരിയാണ്. മസ്തരിയായ അന്നിനെ മസ്തർ കൊണ്ട്, അൻ ചേർന്ന പേരിനെ മസ്തർ കൊണ്ട് തേവിൽ ചെയ്യണമെന്നാണ് നഹ്വിന്റെ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും. അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് എന്തിനെ നിയമസംഹിത നൽകി? ഇഖാമത്തുദ്ദീനിന് നിങ്ങൾ തമ്മിൽ ഭിന്നിക്കാതെ. അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീ. ദീനിന്റെ ഇഖാമത്തിൽ നിങ്ങൾ ഭിന്നിക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി, അതാണ് അൻ അഖീമുദ്ദീൻ ഐ ലി ഇഖാമത്തുദ്ദീൻ വലാ തതഫറഖൂ ഫീ. ഇവിടുത്തെ മുഴുവൻ ജാതി സമുദായങ്ങളും വേദഗ്രന്ഥങ്ങളുടെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരും ദൈവീക ദർശനത്തിന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന എല്ലാവരും, അതേ ദിവ്യപുരുഷന്മാരുടെ, പ്രവാചകന്മാരുടെ, അവതാര പുരുഷന്മാരുടെ എന്ത് പേരിൽ പറയപ്പെട്ടാലും അവരുടെയൊക്കെ ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് ലോകരക്ഷിതാവായ അല്ലാഹു, സ്രഷ്ടാവായ അല്ലാഹു നൽകിയിട്ടുള്ള ആ വെളിച്ചമുണ്ടല്ലോ, ഹിദായത്ത്, മാർഗം, അതിനെ ഒന്നിച്ചു പിടിക്കണം. എന്നിട്ട് അവരൊന്നിക്കണം.
ഭൗതിക പ്രസ്ഥാനത്തിന്റെ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരിൽ നിന്ന് വിട്ടകന്ന് പുറത്തു പോകണം. നിങ്ങൾ വേറെ, ഞങ്ങൾ വേറെ. ദൈവിക ദർശനത്തിന്റെ ആളുകളാണ് ലോകത്തെ മഹാഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തണം. പടച്ചതമ്പുരാന്റെ ദർശനങ്ങളുടെ അനുയായികളെ വരൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുഴുവൻ ജാതിമത സമുദായത്തിന്റെ ആളുകളും ആ ദർശനത്തിലേക്ക് ഓടി വരണം. വരൂ നിങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങളിലേക്ക് എന്ന് വിളിക്കുമ്പോൾ ഇവരിൽ നിന്നാരും അങ്ങോട്ട് പോകാനുണ്ടാവരുത്. അങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു ലോകം വന്നു കിട്ടണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഈ മനുഷ്യ സമൂഹം മുഴുവൻ അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളാൽ നയിക്കപ്പെട്ട പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളുടെ ഉള്ളിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. അതെ, നിങ്ങളീ പറഞ്ഞതാണ് ഇസ്ലാമെങ്കിൽ സ്രഷ്ടാവായ, രക്ഷിതാവായ, ഉടമസ്ഥനായ, നിയന്താവായ, പ്രപഞ്ചത്തിന് നിയമം നൽകിയ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമത്തിന്റെ പേരാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം ഞങ്ങളുടേതാണ് എന്ന് പറയുവാൻ ഇവിടുത്തെ മുഴുവൻ ജാതി സമുദായവും തയ്യാറാകുന്ന ഒരു കാലം വരേണ്ടതുണ്ട്. അല്ല, വരിക തന്നെ ചെയ്യും. വരണമെങ്കിൽ തന്നെത്താൻ വരികയില്ല, വരുത്തണം. വരുത്താൻ വേണ്ടി പടച്ചതമ്പുരാന്റെ ദർശനം അംഗീകരിച്ച ആളുകൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. ഉലായിക്കല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത്ത്. അവര് പേരെടുത്ത് പറഞ്ഞ 17 പ്രവാചകന്മാരും അവരുടെ ഉപ്പ ഉമ്മമാര്, പൂർവികന്മാര്, അവരുടെ സന്തതികൾ, അവരുടെ സഹോദരന്മാർ, അവരിലൂടെയൊക്കെ പടച്ചതമ്പുരാൻ ലോകത്തിന് നൽകിയിട്ടുള്ള ആ ദർശനമുണ്ടല്ലോ, ആ ദർശനം, ആ ഹുദാ, ആ ഹിദായത്ത്. ഉലായിക്കല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത്ത്. അവർക്ക് അല്ലാഹു നിയമം നൽകി, അതേപോലെ തന്നെ അധികാരം നൽകി, അതേപോലെ ബോധനവും നൽകി, നുബുവത്ത് നൽകി. അവരെയാണ് പറയുന്നത്. അങ്ങനെ നൽകപ്പെട്ട ആളുകളാണവർ. ഇനി ഈ കൂട്ടർ അവരെ നിഷേധിച്ചുകൊണ്ട് എതിർചേരിയിൽ വന്നു ചേരുകയാണെങ്കിൽ ഇവർ നിഷേധിച്ചുകൊണ്ട് എതിർചേരിയിൽ വന്നു ചേർന്നാൽ, എന്റെ മുമ്പിലുള്ള ആളുകൾ ശരിക്കും അങ്ങനെയാണ്. അത് ഏത് ദായിയോടാണ് പറയുന്നത്, പ്രവാചകനോട് മാത്രമല്ല. ഈ സന്ദേശം സമർപ്പിക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ള ആളുകൾ നിഷേധിച്ചുകൊണ്ട് നിന്റെ എതിരുപക്ഷത്ത്, അതായത് നിന്റെ സന്ദേശത്തിന്റെ എതിരുപക്ഷത്ത് വന്നു ചേരുകയാണെങ്കിൽ, എന്നാ പക്കത് വക്കൽ നാബിയ കൗമൻ ലൈസു ബിയ കാഫിരി, ഇതിനെ നിഷേധിച്ചുകൊണ്ട് എതിരുപക്ഷത്ത് വന്നു ചേരാത്ത വേറൊരു ജനതയെ നാം ഇതേൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു എത്ര ലളിതമായി, എന്നാൽ എത്ര ഗൗരവത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുകയാണ്. ഇവരെ നിഷേധിച്ച് എതിർപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചാൽ, നിങ്ങൾ ഭീകരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾ ഉഗ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാലോ, അങ്ങനെയൊന്നും അല്ലാത്ത ഇതിന്റെ പക്ഷത്തേക്ക് വന്നു ചേരുന്ന വേറൊരു ജനതയെ നമ്മൾ ഇതേൽപ്പിക്കുന്നതാണെന്ന് പറയുന്നത്. അങ്ങനൊരു ജനത വരും. അതെ, ലോകത്ത് നിലവിലുള്ള ഭരണവിഭാഗം, ആ ഭരണവിഭാഗം അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം പടച്ചതമ്പുരാന്റെ ദർശനത്തിന് ഉയർന്നു വരാൻ കഴിയുന്നില്ല. മനുഷ്യരുടെ മനസ്സിലില്ലാത്തത് കൊണ്ടല്ല. അമേരിക്കൻ ഭരണാധികാരികളെ, ആ ഭരണാധികാരികളെ പിടിച്ചു നിർത്തുന്ന രാഷ്ട്രവിഭാഗം, രാഷ്ട്രപ്പണിയെടുക്കുന്ന CIA പോലുള്ള ആളുകളെ ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തെ അടക്കി ഒതുക്കി നിർത്തുന്ന അവിടത്തെ ആയുധധാരികളായ പെന്റഗോൺ പോലെയുള്ള മേഖലകൾ,
അവരൊരു ലേശം ആ അമേരിക്കൻ ജനതയിൽ നിന്നൊന്ന് വിട്ടുനിന്നാൽ, അവർക്കൊന്ന് സ്വാതന്ത്ര്യം കൊടുത്താൽ, ആ ജനത ഒന്നൊന്നായി ദൈവിക ദർശനത്തിന്റെ പിന്നാലെ വരും. അത് ബ്രിട്ടനായാലും ഫ്രാൻസായാലും ഇന്ത്യ ആയാലും ഇന്തോനേഷ്യ ആയാലും പടച്ചതമ്പുരാന്റെ ഖുർആൻ ഇറങ്ങിയ നാട് ഭരിക്കുന്ന സൗദി അറേബ്യ ആയാലും ഭരണാധികാരിയുടെ ചെങ്കോൽ അനുയായികളുടെ നേരെ തിരിയുന്നില്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ അടിയാറുകളായ മനുഷ്യർ അള്ളാഹുവിന്റെ ദീനിലേക്ക് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിൽ വന്നു ചേരും. പക്ഷേ അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കണ്ടേ? നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെയാണല്ലോ ഓടുന്നത്. യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ പറയുന്നു, ഇതിനെ നിഷേധിച്ചുകൊണ്ട് ശത്രുപക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളെ തകർക്കുവാൻ ഇവർ തീരുമാനമെടുക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട, നമ്മൾ വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അള്ളാഹു പറയാ, ഇതിനെ നിഷേധിച്ച് നിങ്ങളുടെ എതിർപക്ഷത്ത് വന്നു ചേരാത്ത ഒരു ജനതയെ ഈ സംഗതി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. കാണാം അടുത്ത ഭാവിയിൽ. പടച്ചതമ്പുരാൻ അതാണ് ചെയ്യാൻ പോകുന്ന സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാവും. വരും അവർ ഇങ്ങോട്ട് തിരിച്ച്. ഒരു പ്രത്യേക സമുദായമല്ല, ഒരു സമുദായത്തിന്റെ ആധിപത്യവുമല്ല, പടച്ചതമ്പുരാന്റെ ദർശനത്തിന്റെ ആധിപത്യം ഈ ഭൂലോകത്തെ കീഴടക്കും. ആ ഭൂലോകത്തെ കീഴടക്കിക്കൊണ്ട് ശാന്തിയുടെ, സമാധാനത്തിന്റെ, നന്മയുടെ, നീതിയുടെ ഒരു ലോകം നാളെ ഇവിടെ മുളച്ചു പൊന്താൻ പോവുകയാണ്. അത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെതായിരിക്കുകയില്ല. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ. അതെ, പടച്ചതമ്പുരാന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, പടച്ചവന്റെ നിയമം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ കയ്യിലുള്ള നിയമം നിങ്ങൾ നടപ്പിലാക്കുന്നുവെങ്കിൽ, ഈ സവിശേഷമായ ഗുണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളാണ് മുസ്ലിങ്ങൾ. ഈ സവിശേഷമായ സൽഗുണങ്ങൾ ആരിലുണ്ടായിരുന്നോ അവരായിരുന്നു മുസ്ലിങ്ങൾ. ഇന്ന് ആരിലുണ്ടോ അവരാണ് മുസ്ലിങ്ങൾ. ഭാവിയിൽ ആരിലുണ്ടാകുമോ അവരായിരിക്കും മുസ്ലിങ്ങൾ. ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച മഹാന്മാരായ ആധുനിക ഉദ്ധാരകന്മാരെ എഴുതി വെച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മർഹൂം സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ ഇസ്ലാം മതം എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം, ലക്ഷ്യം മാർഗം എന്ന പേരിൽ അറിയപ്പെടുന്ന മർഹൂം അബുല്ലൈസിന്റെ കൊച്ചു പുസ്തകം, ഇതേ കാര്യം പറയുന്നു. അവരെ വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾ നടപ്പിലാക്കുവാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൈവശമുള്ളതാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിന്തുണ നമുക്കും ആവശ്യമാണ്. പുതിയതായി ഒന്നും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല. നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ ദർശനമനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന്. അതിലില്ലാത്ത വല്ലതും നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതിൽ നിന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ദർശനങ്ങളുടെ പൂർത്തീകരണം മാത്രമാണത്. മനുഷ്യൻ മാറി വരുമ്പോൾ പലതും ചേർക്കേണ്ടി വരുള്ളൂ. അതാണ് ഇസ്ലാമിലെ വിപ്ലവകാരികളായ ഉദ്ധാരകന്മാർ പറഞ്ഞത്. മറന്നുപോയി നമ്മൾ പോയി പിന്നെയും ജാതി സമുദായത്തിന്റെ പിന്നാലെ. എന്തിനാണെന്ന് ചോദിച്ചാൽ താൽക്കാലികമായ നേട്ടങ്ങൾക്ക്. താൽക്കാലികമായ നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പോക്കല്ല എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഖുർആൻ അവിടെ പറയുന്ന അതാണ്. അത് തന്നെ പറയുന്നു, ഉലൈകല്ലദീന ഹദല്ലാഹ്. ആ പറഞ്ഞു പോകുന്ന ആ പരമ്പരയുണ്ടല്ലോ, ആ പരമ്പരയാണ് അള്ളാഹുവിന്റെ ദർശനത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അവർക്കാണ് അള്ളാന്റെ ദർശനം കിട്ടിയത്. ഫബിഹുദാഹു മുഖ്തദി. ആ പരമ്പരയുടെ സന്മാർഗം നീ പിൻപറ്റണം. പ്രവാചകനോട് അള്ളാഹു പറയുന്നു, എന്നോട് നിങ്ങളോടുമൊക്കെ അള്ളാഹു പറയുന്നു. ഫബിഹുദാഹു മുഖ്തദി ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ.
താൽക്കാലികമായ പ്രതിഫലം നിങ്ങളോട് ചോദിക്കുന്നില്ല. അജ്ർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൈസയും കാശും ഒക്കെയാണ്. അല്ല, ഭൗതികമായ ഒരു നേട്ടവും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. നിങ്ങളെ ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കാൻ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളിൽ നിന്ന് അനുകൂലമായൊരു വാക്ക് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. നമ്മളെ നിങ്ങളൊരു ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണമെന്ന ആഗ്രഹവും നമുക്കില്ല. നമുക്ക് ഇന്ന സ്ഥാനം നേടിയെടുക്കണമെന്ന ആഗ്രഹവുമില്ല. ഇന്നടത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങളെ പിന്തുണ കിട്ടിയിട്ട് നമുക്ക് ഒരു വലിയ ഉന്നതനായ അധികാരിയാകണം, അതുമില്ല. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പറയൂ, അത് പ്രഖ്യാപിക്കൂ. നീ മുഹമ്മദെ അത് പ്രഖ്യാപിക്കൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സന്ദേശം സമർപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും നമ്മൾ ചോദിക്കണില്ല. അള്ളാന്റെ റസൂലിനോടത് പറഞ്ഞാൽ പിന്നെ എനിക്ക് പ്രതിഫലം ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്ന ഈ ദർശനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നേടണമെന്ന ആഗ്രഹം എനിക്കുണ്ടാകാൻ പാടുണ്ടോ? നമുക്കാർക്കെങ്കിലും ഉണ്ടാകാൻ പാടുണ്ടോ? എന്ത് നേട്ടമായാലും ആ നേട്ടം ഭൗതികമെങ്കിൽ, ആ ഭൗതികമായ നേട്ടം ഉദ്ദേശിച്ചു പോയെങ്കിൽ അള്ളാന്റെ ദീനിലേക്കല്ല ആള് വരിക. എന്ത് നേട്ടമാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ആള് വരും. അത് മതിയോ? അത് മതിയെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാം. അത് പോരാ, അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾ നേടിയതാണ് നേടേണ്ടതെങ്കിൽ അത് മതിയാവില്ല. അതുകൊണ്ട് ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഒരു ഫലവും ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. പിന്നെയോ, ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ലോകത്തിനുള്ള ഉത്ബോധനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ലോകത്തിനെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് മാത്രമല്ല, സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവൻ, പടച്ച തമ്പുരാൻ പടച്ചിട്ടുള്ള മുഴുവൻ പടപ്പുകൾക്കും ഒരു ഉത്ബോധനം, നല്ലത് കിട്ടുന്നത്. പടച്ച തമ്പുരാൻ പടച്ച എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും നല്ലതുണ്ടാകണമെന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും നേടണമെന്നില്ല. എനിക്ക് വേണ്ട നേട്ടം ഒന്നും വേണ്ട. ഉന്നതമായ സ്ഥാനം എനിക്ക് കൈവന്നപ്പോൾ അള്ളാന്റെ റസൂല്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി കൊണ്ടുപോയി പണയം വെച്ചത് ഒരു ജൂതനായ ഒരു മുതലാളിയുടെ വീട്ടിലാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നമുക്കറിയാമല്ലോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാനുണ്ട്. ഹൃദയം പൊട്ടിക്കൊണ്ടല്ലാതെ എനിക്കും നിങ്ങൾക്കത് ആലോചിക്കാൻ കഴിയുമോ? അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ സമ്പത്തിന്റെ കണക്ക് നമുക്കറിയൂ. 4 ഭാര്യമാർ അദ്ദേഹം മരിക്കുമ്പോഴുണ്ടായിരുന്നു എന്ന് പറയും. 4 ഭാര്യമാർക്ക് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ആകെ സ്വത്തിന്റെ 8-1 കിട്ടുക, 4 ആൾക്കും കൂടി. ആ 8-1 4 ഭാഗമാക്കിയത് മാറ്റിയപ്പോൾ ഒരു ഭാര്യയ്ക്ക് 80,000 പവനുണ്ടായിരുന്നു എന്ന് പറയുന്നു ചരിത്രകാരൻ. അത്ര വലിയ കോടീശ്വരൻ. അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളിലെ കോടീശ്വരൻ അവിടെ ഉണ്ടായിട്ട് മുഹമ്മദ് നബി പണയം വെക്കാൻ കണ്ടത് അങ്കി, പടയങ്കി. 1 മാസത്തെ ചെലവിന് ഗോതമ്പ് വാങ്ങാൻ പടയങ്കി പണയം വെച്ചത് യഹൂദിയായ ഒരു മുതലാളിയുണ്ട്. എന്തേ? ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, എനിക്ക് വേണ്ട എന്റെ പ്രതിഫലം, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ആ പ്രതിഫലം മാത്രമല്ല, ഉന്നതമായ അധികാരത്തിൽ, ഉയർന്ന സ്ഥാനത്ത് മുഹമ്മദ് നബിന്റെ കൊച്ചു 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 കുടിലുകൾ
ഹിജാസിന്റെ ഭരണം പോലും കയ്യിൽ വന്നപ്പോൾ എന്നാ മുഹമ്മദ് നബിക്കൊരു ചെറിയ കൊട്ടാരം ഉണ്ടായോ? ഇല്ലല്ലോ. കൊല്ലാസൽക്കും അലൈഹി അജ്റൻ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇൻഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ലോകത്തിനൊരു ഉത്ബോധനമാണ്, അത് മാത്രമാണ് ഞാൻ സമർപ്പിച്ചത്. അതെ, ഒരുപാട് ജാതി സമുദായങ്ങൾ നിലനിൽക്കുന്ന 700 കോടി ജനങ്ങളുടെ മുമ്പിൽ, വ്യത്യസ്ത ജാതി സമുദായങ്ങളിലെ ദൈവവിശ്വാസികളുടെ മുമ്പിൽ ഇൻഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ലോക ജനതക്കുള്ള ഒരു ഉത്ബോധനം, അതാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ ഉത്ബോധനം ജനങ്ങൾ കേൾക്കണം, അറിയണം. അംഗീകരിക്കാനും തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം പടച്ചതമ്പുരാൻ കൊടുത്തതുകൊണ്ട് അവർക്ക് ആ സ്വാതന്ത്ര്യം നമ്മൾ പകവച്ചു കൊടുക്കും. വേണ്ട, നിങ്ങളിൽ നിന്ന് ഒരനുകൂല വാക്ക് പോലും, അനുകൂലമായ ഒരു അഭിപ്രായം പോലും, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ അഭിപ്രായം പറയണമെന്ന ഒരു പ്രതിഫലം പോലും നമ്മൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്കത് വേണ്ട. അവിടെയാണ് അള്ളാഹുവിന്റെ സന്ദേശം. അവിടെയാണ് ആ സന്ദേശം സമർപ്പിച്ച അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ. അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന വിപ്ലവകാരികളായ മുജദ്ദിദുകൾ, ഉദ്ധാരകന്മാർ. അവിടെയായിരിക്കണം. ഏത് ഉദ്ധാരകനും അവിടെയായിരിക്കണം. ഏത് ഉദ്ധാരണം നടത്തുന്ന പ്രസ്ഥാനവും അവിടെയായിരിക്കണം. അതില്ലെങ്കിൽ പോകുന്ന പോക്കിൽ എവിടെയാണ് വഴിതെറ്റിയതെന്നറിയാതെ, എത്തേണ്ടിടത്ത് എത്താതെ, എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്താതെ, എത്താൻ പാടില്ലാത്തയിടത്ത് പോയി വീണുപോകും. അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവിടെ വെച്ച് ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയുമില്ല. റബ്ബനാ ഹൗലായി സാദത്തുനാ വകുബറാഉനാ ഫഅളല്ലൂന സബീല. ഇതാ ഞങ്ങളെ നേതാക്കന്മാർ, പഠിച്ചോനെ, ഇതാ ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളിലെ വലിയ വലിയവന്മാർ, അവര് ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞല്ലോ. ഫഅളല്ലൂന സബീല, വഴിതെറ്റിച്ചു കളഞ്ഞല്ലോ. റബ്ബനാ വആതിഹിം ദഅഫൈനി മിനൽ അദാബ്, ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണമേ. പഠിച്ചോനത് കേൾക്കുവോ? പഠിച്ചോൻ പറയില്ലിക്കുല്ലിന്ന് എല്ലാവർക്കും ഇരട്ടി ഇരട്ടി പെടുത്തരാം. അതുകൊണ്ട് ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറാഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. പിൻപറ്റിയവൻ പിൻപറ്റപ്പെട്ടവരിൽ നിന്ന് ഓടിയകലും, പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ നിന്ന് ഓടിയകലും. അവരിവിടെ വെച്ച് സ്ഥാപിച്ച മുഴുവൻ ബന്ധങ്ങളും വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, എല്ലാ ബന്ധങ്ങളും മാറ്റുപോകും, കഷ്ണം കഷ്ണമായി മുറിഞ്ഞു പോകും. അള്ളാഹുവിന്റെ മുമ്പിൽ വരും. ലഖദ് ജീതുമുനാ ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മറ. നിങ്ങളാം ആദ്യം പഠിച്ചത് എങ്ങനെയാണോ അതേപോലെ ഒറ്റക്കൊറ്റയ്ക്ക് നിങ്ങളുടെ കർമ്മങ്ങളും ചുമന്നുകൊണ്ട് നിങ്ങൾ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ പോകേണ്ടവരാണ് നമ്മൾ. സ്വതന്ത്രമായി ചിന്തിക്കുക, എന്നിട്ട് ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമില്ലാതെ പടച്ചതമ്പുരാൻ നൽകിയ സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ തനതായ രൂപത്തിൽ സമർപ്പിക്കുക. അവിടെ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ വിജയം നമുക്ക് കണ്ടെത്താം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.